നല്ല സമയമെടുക്കും. കുറേ ലൈൻസുകളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് കുറേ സമയമെടുക്കും. ഇതിൻ്റെ എല്ലാ എഡ്ജുകളിൽ വരച്ച് പിടിക്കണം. അപ്പോൾ നമുക്ക് നല്ല സമയമെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില കണ്ടീഷൻ ആയിരുന്ന സമയത്താണ് നമ്മൾ ഒരു ഫേസിനെ ബേസ് ചെയ്തിട്ട് കർവുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നതാണ് ഈ ഒരു ഓപ്ഷൻ. അത് നമ്മൾ സെലക്ഷൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഓൾറെഡി സോളിഡ് സെലക്ഷൻ ഫുൾ സെലക്ഷനാണ്. അപ്പോൾ അത് നമ്മൾ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യുമ്പോൾ ഫേസ് മാത്രമാവും. ഈ ബോഡി സെലക്ഷൻ ഓഫ് ചെയ്യുക, ഫേസ് മാത്രമായി. കളർ ചെയ്തിരിക്കുന്നുണ്ടോ, ഫേസ് മാത്രമായി. എന്നിട്ട് നമ്മൾ ഈ ഫേസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഫേസ് സെലക്ഷൻ ചെയ്തിട്ട് എൻഡ് സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ ആ ഫേസിനെ ബേസ് ചെയ്തിട്ട് ഫുള്ള് ലൈൻസ്, അതായത് ആ ഫേസ് എവിടെയൊക്കെ ഇന്റർസെക്ഷൻ ആയിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു ലൈൻ ഇങ്ങനെ ക്രിയേറ്റ് ആയി വരും. അപ്പൊ നമുക്ക് ടൂൾ പാത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഓരോ ലൈൻസും എടുത്ത് വരയ്ക്കാം. അപ്പൊ നമ്മൾ സിംഗിൾ ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതിന് വേണ്ടി ഉപയോഗിക്കണം. അത് നമ്മൾ ഈ പ്രൊഫൈലിനകത്ത് എന്തൊക്കെ കർവ്സ് ഉണ്ടോ, ഇപ്പൊ ഈ സ്ക്വയർ മാത്രമല്ല, നമുക്കൊരു ഒരു കട്ടിങ് കൂടി ഉണ്ടോ എന്ന് വിചാരിച്ചു. ഇങ്ങനൊരു റിമൂവ് ചെയ്തു. ഇപ്പൊ നമ്മൾ മുമ്പ് ഞാൻ ഈ കളർ വെച്ച് ഡിലീറ്റ് ചെയ്യണമെന്ന് മുന്നേ കാണിച്ചിരുന്നു. ഞാൻ ഈ കളറെല്ലാം സെലക്ട് ചെയ്തു. ഇങ്ങനൊരു കുറെ ഗ്രൂപ്പ്സ് കുറെ സംഭവങ്ങളുണ്ട്. അപ്പം വീണ്ടും നമ്മൾ ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഓപ്ഷൻ കൊടുക്കുക. ഈ ബൗണ്ടറിയിൽ നമുക്ക് ഏത് പ്ലെയിനിലേക്കാണ് ഇവിടെ നമ്മൾ സെറ്റ് പ്ലെയിൻ കൊടുത്താൽ നമ്മൾ ആ 20 എന്നുള്ള പ്ലെയിൻ കൊടുത്തിരിക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ബൗണ്ടറി എടുത്ത് നമ്മൾ ആ പ്ലെയിൻ ഏത് പ്ലെയിനാണോ നമുക്ക് വേണ്ടത് ഇവിടുന്ന് ഫേസ് സെലക്ഷൻ ആക്കണം. ഇപ്പം നമുക്ക് ജസ്റ്റ് ഫേസ് മാത്രം സെലക്ഷൻ ആവും. ഈ ഫേസ് സെലക്ഷൻ ചെയ്തിട്ട് എൻഡ് സെലക്ഷൻ കൊടുത്താൽ കേട്ടോ നമുക്ക് ആ ഫുള്ള് താഴെ തന്നെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ 20 കിടക്കണോണ്ടാണ് ഈ ഫേസിൻ്റെ അവിടെ തന്നെ എവിടെയൊക്കെ ആ കണക്ഷൻ കട്ടിങ് ഉണ്ടോ അവിടെയൊക്കെ ഫുള്ള് നമുക്ക് കർവ്സ് ഇങ്ങനെ വരച്ചെടുക്കാൻ സിമ്പിളായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഈ ഫേസിൻ്റെ മേലിലാണ് നമുക്ക് അത് വേണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇസഡ് ഈ ഫേസ് ആക്കിയിടുക, 0 ആക്കിയിട്ട് ഇനി വീണ്ടും അതുപോലെ തന്നെ എടുക്കുക, സോളിഡ് സെലക്ഷൻ ഓഫ് ചെയ്യുക, ഫേസ് സെലക്ഷൻ മാത്രമാക്കുക. ആ ഫേസ് എവിടെയൊക്കെ എഡ്ജുകളുണ്ടോ അവിടെയെല്ലാം കർവ് വരും. ഇപ്പം നമ്മൾ ഫുൾ സോളിഡ് സെലക്ഷൻ ചെയ്താൽ സോളിഡ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഫുള്ള് കർവ് വരും കേട്ടോ. എവിടെയൊക്കെ കർവിൻ്റെ എഡ്ജുകളുണ്ടോ അവിടെയെല്ലാം. ഇപ്പം ഇതിന് നമ്മൾ ഫുൾ സോളിഡ് സെലക്ഷൻ കൊടുത്താൽ 3D ഇട്ടല്ലേ വരുള്ളൂ. അത് കഴിഞ്ഞാൽ എവിടെയൊക്കെ എഡ്ജസ് ഉണ്ടോ അവിടെയൊക്കെ ഫുള്ള് കർവ് വരും. ആ പോർഷനിലൊക്കെ ലൈൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഓപ്ഷൻ. ഇത് നമ്മൾ ഈ മെയിനായിട്ട് ടൂൾ പാത്ത് ചെയ്യുന്ന സമയത്ത്
വളരെ ചില സമയങ്ങളിൽ നമുക്ക് ഉപയോഗപ്രദമായ ഒരു ഓപ്ഷനാണ് ഈ ഓപ്ഷൻ. വീണ്ടും കളർ സെലക്ട് ചെയ്ത് ഓക്കെ. അതുപോലെ തന്നെ ഇതൊരു ഓപ്ഷനാണ് കർവ് ഓൺ എഡ്ജ്. ഇത് നമുക്ക് 3Dയിലിട്ട് വരച്ചു കഴിഞ്ഞാൽ 3D ഏത് പൊസിഷനിലാണോ ഉള്ളത് അവിടെ എല്ലാം കർവ് ഓൺ എഡ്ജ് ആവും. കർവ് ഓൺ എഡ്ജ് എടുക്കുക. 3D പൊസിഷൻ ആണെങ്കിൽ നമുക്ക് ഈ എഡ്ജ് കർവ് ഉണ്ടാവും. ഈ എഡ്ജ് കർവ് ഈ എഡ്ജ് ഉണ്ടാവും. ഏത് എഡ്ജ് ക്ലിക്ക് ചെയ്താലും അവിടെ എല്ലാം കർവ് വരും. അതാണ് ഈ കർവ് ഓൺ എഡ്ജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ 3D ഇട്ട് വരച്ചപ്പോഴാണ് നമ്മൾ ഇവിടെ എല്ലാം വന്നത്. 2D ഇട്ടാണ് ഈ കർവുകൾ വരയ്ക്കണമെങ്കിൽ നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്താലും നമ്മൾ എത്ര ഉയരത്തിലോ എത്ര സൈഡിലോ ഏത് വശത്തോ ക്ലിക്ക് ചെയ്താൽ പോലും നമ്മളെ 2Dയിൽ ഏതാണോ വാല്യൂ അവിടെ ആയിരിക്കും നമ്മുടെ ആ കർവ് വന്ന് കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ കർവ് ഓൺ എഡ്ജ് എന്ന് പറഞ്ഞാൽ താഴെ ക്ലിക്ക് ചെയ്താൽ പോലും ആ അടി ക്ലിക്ക് ചെയ്തു. പക്ഷെ ഇവിടെയാണ് യഥാർത്ഥത്തിൽ കർവ് വരേണ്ടത്. പക്ഷെ കർവ് വന്നിരിക്കുന്നത് Z0 ആയതുകൊണ്ട് 0 ഇവിടെ ഞാനൊരു -5 കിടക്കുന്നത് വിചാരിച്ചു. ആ കർവ് അവിടെ പോകും. കർവ് ഓൺ എഡ്ജ് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് വരേണ്ടത്. കേട്ടോ, -5 എവിടെയാണോ അവിടെ കർവ് വരും. അപ്പൊ അത് ഇങ്ങനെയുള്ള ഒരു സ്കെച്ച് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പിൽ ഞാനിങ്ങനെ ഒരു കർവ് വരച്ചു. ഫുള്ള് ഇത് റേഡിയസ് ആണ്. ഇത് നോക്കി ഇപ്പൊ ഞാനിവിടെ 3Dയിൽ ഇട്ടിട്ട് 3Dയിൽ ഏത് വാല്യൂലും കുഴപ്പമില്ല. 0 ഇട്ടിട്ട് ഞാനിവിടെ ഒരു കർവ് ഓൺ എഡ്ജ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണോ ആ കർവ് അതിന്റെ അതേ ഷേപ്പിലായിരിക്കും ആ കർവ് വരിക. മറിച്ച് ഇതിപ്പോ എനിക്ക് ഇവിടുന്ന് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് വേണ്ടെങ്കിൽ നമ്മൾ 3D ഓഫ് ചെയ്തതിനു ശേഷം 2Dയിൽ ഇട്ടിട്ട് അവിടെ ഞാനൊരു കർവ് ഓൺ എഡ്ജ് എന്ന് പറഞ്ഞിട്ട് കർവ് വരച്ചാൽ അതെങ്ങനെയായിരിക്കും? അങ്ങനെ വ്യത്യാസമുണ്ടോ? ഇത് സ്ട്രൈറ്റിങ് ചെയ്യും. അപ്പം ചില സമയത്ത് നമ്മൾ ഈ സ്കെച്ചൊക്കെ ടൂൾ പാത്ത് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അടിയിൽ വരുന്ന കർവ് ഓൺ എഡ്ജുകൾ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് കിട്ടേണ്ട ഒരു ആവശ്യകത വരും. അപ്പൊ ആ സമയത്ത് വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ 2Dയും 3Dയും മാറി ഉപയോഗിച്ചിട്ടാണ് ഈ സ്കെച്ചുകളെ നമുക്ക് വരയ്ക്കാനുള്ള എളുപ്പത്തിലേക്ക് ഫോം ചെയ്യുന്നത്. അപ്പം കർവ് ഓൺ എഡ്ജ് എടുത്ത് 3D ഇട്ട് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ 3D രൂപത്തിലുള്ള ത്രിമാന ലൈൻസുകളായിരിക്കും കാണുന്നത്. 3D ആണ് അവിടെ ഇസഡ് ഏത് ഡിസ്റ്റൻസ് ആയാലും കുഴപ്പമില്ല. കർവ് ഓൺ എഡ്ജ് കൊടുത്ത് 3D വരച്ചാൽ ഇങ്ങനെ ആയിരിക്കും. മറിച്ച് ഇത് നമ്മൾ ഒരു 5 mm ഹൈറ്റിൽ ഇട്ടിട്ട് 2Dയിൽ കർവ് വരയ്ക്കുകയാണെങ്കിൽ കർവ് ഓൺ എഡ്ജ് ഞാനൊരു കർവ് വരയ്ക്കുകയാണെങ്കിൽ 5 mm ഹൈറ്റിൽ ആ കർവ് ഇവിടെ നിന്നുള്ള സ്ട്രൈറ്റ് ലൈനിൽ വരും. അത് മെയിനായിട്ട് ലെറ്ററൊക്കെ നമ്മൾ എൻഗ്രേവിങ്ങും അതുപോലെ കർവ് ലെറ്ററൊക്കെ എൻഗ്രേവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ടി വരുന്നൊരു സെറ്റപ്പാണത്. അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ജസ്റ്റ്
സാധനത്തിന് ഞാൻ എക്സ്ട്രൂഡ് ചെയ്യണം. ഇങ്ങനൊരു കർവാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് നമുക്കൊരു ലെറ്ററിന്റെ ഒരു എൻഗ്രേവിംഗ് ഇങ്ങനെ വന്നു കേട്ടോ. ഇതൊരു ഷേപ്പ് നോക്കി. ഇതിപ്പോ നമ്മൾ എങ്ങനെ വെച്ചാൽ ഇത് 3D വരുള്ളൂ കേട്ടോ. ഞാനിന്റെ 3D രൂപത്തിലോട്ട് നമുക്ക് വരച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഇതിനൊരു 2D പ്ലെയിനിലേക്ക് സിമ്പിൾ ആയിട്ട്, അല്ലാതെ നമുക്ക് വരച്ചെടുക്കാനുള്ള ഓപ്ഷൻ വേറെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു ത്രിമാനമായിട്ടുള്ള ഒരു പൊസിഷൻ വരുന്ന സമയത്ത് നമുക്ക് സ്കെച്ചിന് നമുക്ക് സിമ്പിൾ ആയിട്ട് 2D ആയിട്ട് തന്നെ വരച്ച് നമുക്ക് മേളിലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2D ക്ലിക്ക് ചെയ്ത് ഒരു 20 മേളിലേക്ക് കിട്ടും. എന്നിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് കണ്ടോ, അതെല്ലാം അതിന്റെ മേളില് ഒരൊറ്റ പ്ലെയിനിലേക്ക് കണ്ടോ ഒരു 2D എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്ലെയിനിലേക്ക് ഇതെല്ലാം മഞ്ഞാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ഈ ഒരു ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ആ സ്കെച്ചിനെ 2D വേണേൽ കൊണ്ടുവരാം. ഞാൻ നേരത്തെ വരച്ച അതേ സ്കെച്ചിൽ തന്നെ ഇനി ഇതിന് നമുക്ക് അല്ലാത്ത രീതിയിൽ പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒരു മെത്തേഡൊക്കെ രീതിയിൽ ലെറ്ററിന്റെ മേളിലേക്ക് കൊണ്ടുവരുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ നമ്മൾ ടൂൾപാത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലെറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ഞാൻ പ്രൊജക്ഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ലെറ്ററിന് മേളിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് നമുക്ക് ഇതുപോലുള്ള ത്രിമാന 3D ഡയഗ്രാംസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ആ ലൈനിന് നമുക്ക് 2D ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ 3D ഒന്നും ഓടിക്കേണ്ട ആവശ്യം വരില്ല. ടൂൾപാത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകദേശം മേളിൽ നിന്ന് തന്നെ 3D ഓടിക്കും. അല്ലാതെ നമ്മൾ സിമ്പിൾ ആയിട്ട് 2D ഓടിച്ച് തീർക്കാനാണെങ്കിൽ ജസ്റ്റ് ഈ ലൈനിന് നമ്മൾ മാത്രം പിടിച്ച് 3D സ്കെച്ചിലൂടെ വരയ്ക്കാൻ പാടില്ല. 2D സ്കെച്ച് ഉപയോഗിച്ചിട്ട് മേളിൽ നിന്ന് ടൂൾപാത്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ അടിയിലത്തെ ഫേസ് എന്തായാലും കട്ട് ചെയ്ത് സ്ട്രൈറ്റ് ലൈനിൽ പോയിരിക്കണം. അപ്പോൾ നമുക്കത് കൃത്യമായിട്ടും അവിടെ ഒരു സ്റ്റെപ്പിൽ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഉപയോഗിക്കുന്നൊരു മെയിൻ ടൂളാണ് കർവ് ഓൺ എഡ്ജ്. ഇതും അതുപോലെ തന്നെ കർവ് ഓൺ എഡ്ജ്. അതായത് നമ്മൾ
ഒരു മോഡൽ എടുത്തിട്ട് കർവ് ഓൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ സെലക്ഷൻ ചെയ്ത ആ 2D കിടക്കണോണ്ടാണ് കേട്ടോ. ആ സെലക്ഷൻ ചെയ്ത എല്ലാ എഡ്ജിലും ആ സെയിം കർവുകൾ അത് വരും. ഇപ്പൊ 3D ആണെങ്കിൽ കർവ് ഓൺ ഓൾറെഡി ഈ ഫേസിന്റെ കർവാണ് അല്ല, ആ ഫേസിൽ എവിടെയൊക്കെ കർവ് ഉണ്ടോ അവിടെയൊക്കെ ഫുള്ള് കർവ് ഓൺ അടിച്ച് എന്ന് പറഞ്ഞിട്ട് ഇത് പ്ലെയിൻ വെച്ച് ചെയ്യണതാണ്. അത് ഞാൻ പിന്നെ കാണിച്ചത്. അപ്പം ഇങ്ങനെയാണ് ഈ കർവ് വെച്ചിട്ട് ചെയ്യണത്. കർവ് നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ മസാല വണ്ടി നമ്മൾ ടൂൾ പാത്ത് ചെയ്യുന്ന സമയത്ത് തന്നിരിക്കുന്ന മോഡലിൽ നിന്ന് എഡ്ജുകൾ മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു എക്സ്ട്രൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫേസിൽ നിന്ന് ഇപ്പം നമുക്ക് ഇവിടെ ടൂൾ പാത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 10 കൂടി ഇങ്ങോട്ട് നീക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ നീക്കുന്നതിന് വേറെ ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പക്ഷെ നമുക്ക് ഈ എഡ്ജിൽ നിന്ന് ഇതിന്റെ എഡ്ജുകളിൽ നിന്ന് ഒരു കർവുകൾ വരച്ചിട്ട് ഇത് നമുക്ക് എക്സ്ട്രൂഷൻ ചെയ്യണം. നമുക്ക് വരച്ചെടുക്കാനാണ് എന്ത് ബുദ്ധിമുട്ടായി, റേഡിയസ് ഒക്കെ ഇത് വരച്ചെടുക്കും. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നൊരു കർവ് കൊണ്ട് അടിക്കും. ഈ എഡ്ജുകൾ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈൻ കിട്ടി. അതിന് നമുക്ക് എക്സ്ട്രൂഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രൂഷൻ കൊടുക്കുക. കട്ടാണെ കട്ട്, പ്ലസ് ആണെ പ്ലസ് അല്ല. അപ്പൊ അതിന് സിമ്പിളായിട്ട് എക്സ്ട്രൂഡ് ചെയ്യും. തിരിച്ച് ബാക്കിലേക്ക് കട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യും കേട്ടോ. അപ്പം ഈ കർവ് കാണിച്ചത് നമുക്കൊരു കിട്ടിയിരിക്കുന്ന സോളിഡിന്റെ ഏതെങ്കിലും ഒരു എഡ്ജുകളിൽ കർവ് നന്നായിട്ട് വരയ്ക്കുന്നതിനും ആ കർവ് വെച്ച് ടൂൾ പാത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കർവ് കൊണ്ട് അടിച്ച്. ഓക്കെ, നമ്മുടെ വയർ ഫ്രെയിമിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് പ്രധാനമായിട്ടും കവർ ചെയ്യേണ്ട കുറേ ഏരിയകൾ നമുക്ക് ഇതായിട്ടുണ്ട്. ഇനി നമുക്കൊരു വേറെ ഓപ്ഷൻ ക്രിയേറ്റ് ലെറ്റർ. പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്കൊരു ലെറ്റർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അതിൻ്റെ ലെറ്ററിൻ്റെ എന്താണ് വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് അതിൻ്റെ ഫോണ്ട് സെലക്ഷൻ ചെയ്യാം. ഇവിടെ ഫോണ്ട് സെലക്ഷൻ ചെയ്യാം. നേരെ വേണോ, നേരെ ഇറ്റാലിക് വേണോ, ബോൾഡ് വേണോ, ബോൾഡ് ഇറ്റാലിക് വേണോ, അത് നമുക്കിവിടെ സെലക്ഷൻ ചെയ്ത് കൊടുക്കാം. ഇത് അതിൻ്റെ വേറെ ശൈലികളാണ്. ഇത് നമ്മൾ ഓക്കെ ആണെങ്കിൽ ആ ഒരു ശൈലികളും ലെറ്റർ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ലെറ്ററിൻ്റെ ഹൈറ്റ്, സ്പേസ്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ഒരു ഫേസിനകത്ത് നമുക്ക് ജസ്റ്റ് എഴുതണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു പോക്കറ്റ് വരക്കുക. 100, 20. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സ്പേസിനകത്താണ് നമുക്ക് ലെറ്റർ വേണ്ടെങ്കിൽ നമ്മളെങ്ങനെ ലെറ്റർ എഴുതാം? ലെറ്റർ എടുക്കാം. ഭയങ്കര സൈസ് ആയതുകൊണ്ടാണ് നമ്മുടെ ഹൈറ്റ്. നമ്മൾ വരുമ്പോൾ സൈസ് കൊടുക്കാം. സ്പേസ് 5 mm കൊടുക്കാം. 5 mm ഹൈറ്റ് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനാണ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിന്റെ പൊസിഷൻ വേണം അറേഞ്ച് ചെയ്യാം. സ്പേസ് കൂട്ടി കൊടുക്കാം. വെർട്ടിക്കലായിട്ട് വേണം അങ്ങനെ ചെയ്യാം, ഹൊറിസോണ്ടലായിട്ട് അങ്ങനെ ചെയ്യാം. ഒരു ആർക്കിന്റെ ഒരു ഞാനിങ്ങനെ കൊടുത്തു. ഇത് വേണം നമുക്കൊരു വെർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്യാം. ഹൊറിസോണ്ടലായിട്ട് സെറ്റ് ചെയ്യാം. ഒരു ആർക്കായിട്ട് സെറ്റ് ചെയ്യാം. ആർക്ക് ആണെങ്കിൽ ടോപ്പ് ഓഫ് ആർക്ക് ഉണ്ട്, ബോട്ടം ഓഫ് ആർക്ക് വേണമെങ്കിൽ നമുക്ക് റേഡിയസ് കൊടുത്തിട്ടെങ്കിൽ ഒരു സർക്കിളിന്റെ റേഡിയസിന്റെ ബേസിൽ ഈ സാധനം നമുക്ക്
ഇത് ടോപ്പ് കൊടുക്കണമെങ്കിൽ ഈ ടോപ്പ് ഈ ആറിന്റെ ടോപ്പിൽ വരും. മനസ്സിലായി? വീഡിയോ കാണാമല്ലോ. വീഡിയോ കാണാമല്ലേ? അവർക്ക് കാണാൻ പറ്റണം. എൻ്റെ ഇപ്പൊ പോയി. വോയിസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു ഇല്ല, കാണാൻ പറ്റുള്ള. എല്ലാവർക്കും പോയി. എന്ത് പറ്റിയതാ? കട്ട് ചെയ്തിട്ട് പറയാനാ?